അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമളാൻ മുബാറക്. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇന്ന് നോമ്പ് തുറക്ക് ഞങ്ങൾക്ക് ഒരൈറ്റം ഉന്നക്കായ ആയിരുന്നു. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 5 ഏത്തപ്പഴം, അത് എടുക്കേണ്ടത് കൂടുതൽ പഴുത്തതാവാൻ പാടില്ല. ഞാനൊരിത് കരിമ്പൗക്കാന്ന് പറയും, അതായത് ചെറുതായിട്ട് കൂടുതൽ പഴുക്കാത്ത പഴം. അത് നമ്മൾ ആവിയിൽ ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തു, ആവിയിൽ വേവിച്ചെടുത്തു. അതിന് ശേഷം നമുക്കതിന് വേണ്ട ഫില്ലിങ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് നിറക്കുന്നത് തേങ്ങ, ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തത്, പിന്നെ പഞ്ചസാര, ഏലക്ക, ഇത്രയും സാധനമാണ് അകത്തുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിച്ചത്. അതിന് ഒരു അരമുറി തേങ്ങ, നമ്മൾ 1 കിലോ പഴം ഉണ്ടാക്കുമ്പോൾ അരമുറി എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു കാമുറി തേങ്ങ, ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തത്, പഞ്ചസാര ഒരു 5 വലിയ സ്പൂൺ, ഒരു 5 ഏലക്ക. നമ്മളിത് പുഴുങ്ങി നല്ല പോലെ ഉടച്ചെടുത്ത പഴം കയ്യിൽ നെയ്യ് തൂവിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ പരത്തിയെടുക്കണം. നമുക്കത് ഉരുളയാക്കിയിട്ട് പ്രസ്സിൽ വെച്ച് അമർത്തിയാലും മതി. പ്രസ്സിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്താലും നമുക്കത് നല്ലപോലെ കിട്ടും. കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ചെണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ട് കയ്യിൽ വെച്ച് പരത്തി അതിൻ്റെ അകത്ത് ഈ തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഫില്ലിങ്ങിൽ തേങ്ങ, പഞ്ചസാര, മുട്ട ഉടച്ചത്, പിന്നെ ഏലക്കായ. ഇത് നമ്മളൊന്നിങ്ങനെ ഉന്നക്കായൻ്റെ ഷേപ്പിൽ തന്നെ ഒന്നിങ്ങനെ ഫില്ലിങ് അകത്ത് ഇതാക്കിയിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ നല്ലപോലെ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ ഉന്നക്കായും അങ്ങനെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും.